ബിഗ് ബോസ് മലയാളം സീസൺ 6 നാളെ നടക്കാനിരിക്കുന്ന ലാലേട്ടൻ എത്തുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ റോക്കിയെ പുറത്താക്കുമോ എന്ന് ഒരുപാട് പേരിങ്ങനെ ചോദിക്കുന്നുണ്ട്. നമുക്കറിയാം ഈ ഒരു ആഴ്ചയിൽ റോക്കി ബിഗ് ബോസ് മലയാളം സീസൺ 6 റൂൾസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടി നശിപ്പിക്കാൻ ശ്രമിക്കുക, ബിഗ് ബോസിലെ സഹതാരങ്ങളെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുക, നിന്നെ തീർത്ത് കളയാൻ എനിക്ക് പറ്റും, ഈ ഒരു ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നിന്നെ ഞാൻ തീർക്കും, നിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ എനിക്ക് പറ്റും, അത്രയും വലിയൊരാളാണ് ഞാൻ എന്നുള്ള രീതിയിൽ റോക്കി ഭീഷണിയുടെ ഭാഷയിൽ ഒരുപാട് പേരോട് സംസാരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ജാസ്മിനോടും നമ്മുടെ ഗബ്രിനോടും. അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 6 നാളെ നടക്കാനിരിക്കുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ എങ്ങനെയായിരിക്കും ഈ ഒരു കാര്യത്തെ കൈകാര്യം ചെയ്യുക, റോക്കിയെ പുറത്താക്കുന്ന രീതിയിലായിരിക്കുമോ നമ്മുടെ ലാലേട്ടൻ എടുക്കുന്ന തീരുമാനം? എന്തൊക്കെ ആയാലും നമുക്കും തോന്നുന്നുണ്ട് ചെറിയൊരു ചാൻസ് റോക്കി പുറത്താകാനായിട്ട് ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ റോക്കി പുറത്തായാലും നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. റോക്കി ഇപ്പോഴും നമ്മുടെ ലൈവിൽ റോക്കി ഈ ഒരു സമയത്ത് നമ്മുടെ ജാസ്മിൻ്റെ ഫാദറായിട്ട് ജാസ്മിൻ ഇന്നലെ സംസാരിച്ച സമയത്ത് കുറച്ച് ഹിൻസും കാര്യങ്ങളൊക്കെ പുറത്ത് എങ്ങനെയാണ് ജാസ്മിൻ ഗബ്രി ഈ ഒരു ബന്ധം മുന്നോട്ട് പോകുന്നതെന്നുള്ള കാര്യം ജാസ്മിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജാസ്മിൻ ഇന്നലെ അത്രയേറെ കരഞ്ഞില്ലാതായി പോയത്. ഈ ഒരു സമയത്ത് ജാസ്മിൻ കുറച്ച് ആ ഒരു ഗെയിം മാറ്റി പിടിക്കാനായിട്ട് നോക്കുന്നുണ്ട്. മറ്റുള്ള താരങ്ങളായിട്ടും കുറച്ചധികം ഇന്ററാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ജാസ്മിനെ അധികം സങ്കടപ്പെടുത്താതെ മറ്റുള്ള താരങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. കാരണം അച്ഛൻ വിളിച്ച് സംസാരിച്ചതാണ്, അച്ഛന് സുഖമില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ കുറച്ച് കോൺസെൻട്രേഷൻ ജാസ്മിന് മറ്റുള്ള കണ്ടസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റോക്കി അപ്പോഴും ഭീഷണിയുടെ ഭാഷ തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ജാസ്മിൻ വന്ന് പറയുന്നുണ്ട്, എന്നെ നീ ഒന്ന് വെറുതെ വിട്, കുറച്ച് നാളത്തേക്കെങ്കിലും അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്കെങ്കിലും എന്നെ പ്രൊവോക്ക് ചെയ്യാതെ എന്നെ ഒന്ന് സമാധാനമായിട്ടിരിക്കാൻ സമ്മതിക്കും. അപ്പോഴും റോക്കി പറയുന്നത്, നിന്നെയൊക്കെ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തുരത്താൻ പറ്റും, തീർക്കാൻ പറ്റും. ഭീഷണിയുടെ ഭാഷ മാത്രമേ റോക്കിയുടെ വായിന്ന് വരുന്നുള്ളൂ. ലാലേട്ടൻ എങ്ങനെയായിരിക്കും നാളെ ഇത് കൈകാര്യം ചെയ്യുക? റോക്കി പുറത്താകാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് വെച്ചാൽ ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടി ചീത്തയാക്കി, അതുപോലെ തന്നെ ഭീഷണിയുടെ ഭാഷ റൂൾസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ ചെയ്യുന്നതും പറയുന്നതൊക്കെ ഒരുപോലെ തന്നെയാണ്. നിന്നെ ഞാൻ കൊല്ലും അല്ലെങ്കിൽ കൊന്നു എന്നൊക്കെ പറയുന്നതൊക്കെ ഭയങ്കര റൂൾസിന് എഗെയിൻസ്റ്റ് ആണ് ബിഗ് ബോസിന്റെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റുള്ള ലാംഗ്വേജുകളിൽ ബിഗ് ബോസിൽ നിന്ന് ഒരുപാട് പേരെ പുറത്താക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ മലയാളം സീസൺസ് എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇതുപോലെ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഡോക്ടർ റോബിനൊക്കെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താകേണ്ടി വന്നത്. അപ്പോൾ അത്തരത്തിൽ ബിഗ് ബോസ് ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ റോക്കി നാളെ പുറത്താകാനായിട്ടുള്ള സർവ്വ സാധ്യതകളും കാണുന്നുണ്ട്. അല്ലെങ്കിൽ ലാലേട്ടന്റെ കയ്യിൽ നിന്നൊരു ലാസ്റ്റ് വാണിങ്ങോട് കൂടി ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാനായിട്ടുള്ള സാധ്യതകളും കാണുന്നുണ്ട്. എന്തായാലും ലാലേട്ടൻ ഇത് നിസ്സാരമായിട്ട് തള്ളിക്കളയില്ല. ഈ ഒരു ഭീഷണിയുടെ വാക്കുകൾ റോക്കി അവസാനിപ്പിച്ചേ പറ്റൂ. അതുപോലെ തന്നെ റോക്കി ഇത്രയും വലിയ പിടിപാടൊക്കെ ഉള്ള ഒരാളാണെന്നൊക്കെ കാര്യം നമ്മുടെ റോക്കി ബിഗ് ബോസ് ഹൗസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റോക്കി ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തുമ്പോൾ എല്ലാവരും വിചാരിക്കും ചിലപ്പോൾ റോക്കിന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കളയുമോ എന്നൊക്കെ ഉള്ള കാര്യം. അപ്പോൾ എന്തൊക്കെയായാലും ഈ ഒരു ഭീഷണിയുടെ ഭാഷ ബിഗ് ബോസിന് പറ്റിയതല്ല. അതുപോലെ തന്നെ ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടീസ് ഒന്നും തന്നെ ചീത്തയാക്കാനായിട്ടുള്ള ഒരു റൈറ്റ്സും ബിഗ് ബോസ് താരങ്ങൾക്കില്ല. അതൊക്കെ റോക്കി അവസാനിപ്പിച്ചേ പറ്റൂ. ഇപ്പോൾ വോട്ടിംഗ് ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് റോക്കിക്ക് അത്യാവശ്യത്തിന് സപ്പോർട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ഈ ഒരു രീതിയിൽ ബിഗ് ബോസിൽ നിൽക്കാൻ പറ്റില്ല. ലാലേട്ടൻ നല്ല രീതിയിൽ തന്നെ നാളത്തെ എപ്പിസോഡിന് അതിനൊരു താക്കീത് കൊടുക്കും. വേണ്ടി വന്നാൽ റോക്കിയെ പുറത്താക്കാൻ വരാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, റോക്കി എങ്ങനെയായിരിക്കും ലാലേട്ടൻ നാളെ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്, പുള്ളിയെ എടുത്ത് വെളിയിൽ കളയാനായിട്ടുള്ള ചാൻസ് ഉണ്ടോ? ചാൻസ് ഉണ്ട്, കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്ക് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ ഇട്ട് കാണാം. താങ്ക്